ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ ഒരു പാറ്റേൺ മുമ്പ് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു. പക്ഷെ ഇതിന്റെ ഇപ്പം നമ്മൾ ഇതുപോലെ വേറൊരു പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, വി നെക്ക് വെച്ചിട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ. അതായത് ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് തന്നെ നമ്മൾ റെഡും ബ്ലാക്കും അങ്ങനെ ഉള്ള കളേഴ്സാണ് നോക്കണേ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഫാബ്രിക് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ക്രേപ്പ് സിൽക്ക് ആണെന്ന്. ആ ഒരു പ്യുവർ സെമി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും. എന്നാലും അടിപൊളി ഫാബ്രിക് ആണ്. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്താലും മതി കേട്ടോ. അപ്പം ഇതിന് രണ്ട് കളേഴ്സ് നമ്മളിപ്പം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇപ്പൊ ഈ വേറെ ഇതേക്കേണ്ടത് വി നെക്ക് വെച്ചിട്ട് പടി പോലെ നെക്കെല്ലാം വെച്ചിട്ട് ഒരു ഓവർലാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു വീടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒതുക്കായിട്ട് തോന്നുന്നത് കൊണ്ടാണ് കേട്ടോ ഈ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. അതായത് ഈ ഒരു നെക്ക് പാറ്റേണും ഈ ഒരു ഷേപ്പ് എല്ലാവർക്കും നല്ലൊരു ഷേപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിന് തന്നെ വേറൊരു പാറ്റേൺ ഒരു ഫ്രോക്ക് സ്റ്റൈലിലോട്ട് നമ്മൾ ചെയ്തായിരുന്നു. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീനൊക്കെ വെച്ചിട്ട് ഇത് ഗ്യാദേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ഒരു ഫ്രോക്ക് പോലെ ഒരു പഫ് സ്ലീവ് എൻഡിൽ ഒരു ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ഒരു സ്ലീവ് പാറ്റേൺ വെച്ചിട്ട് ഇതേപോലെ ഒരു ഫ്രോക്ക് പോലെയും ചെയ്തായിരുന്നു. ഇതിന്റെ പ്രിന്റ് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ശരിക്കും നല്ല രസമാണ് കേട്ടോ. വൈറ്റ് കണ്ടോ, റെഡും വൈറ്റും ഏറ്റവും ഗുഡ് ഒരു കോമ്പിനേഷൻ ആണല്ലോ ക്രിസ്മസിന്റെ. അപ്പം ഇതേപോലെ ഇതാണ് അതിന്റെ പ്രിന്റ് വരുന്നത്. ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിന്റെ പ്രിന്റിന്റെ ലുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഫസ്റ്റ് വേറെ ഏതൊക്കെയാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു വി നെക്ക് വെച്ചിട്ട് ഇതേപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ. എന്നിട്ട് കോട്ടൺ ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ്ങും കോട്ടണും രണ്ടും കൂടെ മിക്സ് ആയിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു എ ലൈൻ പാറ്റേൺ. അപ്പം അടുത്ത പാറ്റേൺ വന്നിട്ട് നമ്മൾ ഇതിനിപ്പോ വേണമെങ്കിൽ ഒരു വൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ വൈറ്റ് ഇട്ടാൽ ശരിക്കും ക്രിസ്മസിന്റെ ഒരു ഇതായിരിക്കും. അല്ലാതെ ഒരു റെഡ് കളർ പലാസോ ബോട്ടോ ഇട്ട ഒരു കോട്ട് സെറ്റ് പോലെ തന്നെ യൂസ് ചെയ്യാം നമുക്ക് എല്ലായ്പ്പോഴും. ഇപ്പം ക്രിസ്മസ് എന്ന് മാത്രമല്ല, ഒരു ഓവർ റെഡ് അല്ല, ഇത് നല്ലൊരു റെഡ് കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നോർമൽ യൂസിനും നല്ല ആ ഫാബ്രിക് ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എല്ലായിടത്തും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിന്റെ ബ്ലാക്ക് കളർ കാണിച്ചു തരാം. ഇനി അടുത്ത കളർ എല്ലാവരും ഈ ബ്ലാക്ക് ചോദിച്ചായിരുന്നു, ബ്ലാക്ക് എപ്പോഴാണ് ചെയ്യേണ്ടത്. അപ്പൊ ബ്ലാക്ക് ഇതാ ഇപ്പോഴാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെയാണ് ബ്ലാക്കിന്റെ പ്രിന്റ് വരുന്നത് കണ്ടോ. അതിനകത്തോട്ട് ഒരു ഗോൾഡൻ കളർ ഒരു ഫോയിൽ പെയിന്റ് വെച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ ഒരു ക്രീം പോലെ കാണുന്നത് ഒരു ഷൈനിങ് ഉള്ളൊരു ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ബ്ലാക്കിന്റെ ലുക്ക് വരുന്നത്. ഇത് ബാക്ക് സൈഡ് ഇതേപോലെയാണ്. ബ്ലാക്കിന്റെ പ്രിന്റ് ഞാൻ കാണിച്ചു തന്നു. ഒന്നുകൂടെ ക്ലോസ് പിക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു ബ്ലാക്ക് പാറ്റേണും കൂടെ വേറെ ഇത് കാണിച്ചു തരാം. ഇതിന് നമ്മൾ ബ്ലാക്ക് ബോട്ടം കൂടി ചെയ്താൽ അടിപൊളിയായിട്ടൊരു കോട്ട് സെറ്റ് പോലെ ഇതും വേറെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ സെയിം ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് നോർമൽ ആയിട്ട് സ്ലീവ് വെച്ച് വീനെക്ക് ഇതേപോലെ കണ്ടോ ഈ ഒരു പാറ്റേൺ. ഇതിന് ഞാനിപ്പോ ഒരു ബ്ലാക്ക് കളർ പലാസോ ബോട്ടം വെയർ ചെയ്തിട്ടുണ്ട്. ബോട്ടം ടോപ്പും ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. റെഡിനാണെങ്കിലും ബോട്ടം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടോപ്പ് ബോട്ടം വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് ഞാൻ ഫസ്റ്റ് വേറെ ഏത് പാറ്റേൺ ആണെങ്കിലും ഫ്രോക്ക് പോലെ അതുപോലെയും ചെയ്യാം. ലെങ്ത് 48 വരുന്നുണ്ട്, 48, 49 വരുന്നുണ്ട്. പിന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മെറ്റീരിയലിന്റെ ഓർഡറേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.